പ്രധാന സവിശേഷതകൾ. യുണൈറ്റഡ് ഇന്ത്യ ഫാമിലി മെഡിക്കെയർ പോളിസി. ഈ പോളിസി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരൊറ്റ സം ഇൻഷ്വേർഡിന് കീഴിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനാണ്. ഒരു പോളിസി തരം. ഇതൊരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ്. വിശദീകരണം. പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരൊറ്റ ഇൻഷുറൻസ് തുക ആയിരിക്കും ഉണ്ടാവുക. കുടുംബത്തിലെ ആർക്ക് അസുഖം വന്നാലും ഈ തുക ചികിത്സയ്ക്കായി ഉപയോഗിക്കാം. 2. യോഗ്യത. പ്രവേശന പ്രായം. പോളിസി എടുക്കുന്നയാൾക്ക് പ്രൊപ്പോസർ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ. ആശ്രിതരായ കുട്ടികൾക്ക് 3 മാസം മുതൽ 25 വയസ്സ് വരെ. കുടുംബത്തിന്റെ നിർവചനം. പോളിസിയിൽ താഴെ പറയുന്നവരെ ഉൾപ്പെടുത്താം. വ്യക്തി, ജീവിത പങ്കാളി, ആശ്രിതരായ മക്കൾ. 3 സം ഇൻഷ്വേർഡ് ഓപ്ഷനുകൾ. പോളിസി ഉടമയ്ക്ക് അവരുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാവുന്ന വിവിധ സം ഇൻഷ്വേർഡ് ഓപ്ഷനുകൾ ലഭ്യമാണ്. സാധാരണയായി ഇത് 2 രൂപ ലക്ഷം മുതൽ 10 രൂപ ലക്ഷം വരെയാകാം. 4. പരിരക്ഷയിൽ ഉൾപ്പെടുന്നവ. പ്രധാന കവറേജുകൾ. കിടത്തി ചികിത്സ 24 മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന താഴെ പറയുന്ന ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കും. മുറി വാടക, ബോർഡിംഗ് ചാർജുകൾ, നഴ്സിംഗ് ചെലവുകൾ, ICU ചാർജുകൾ, സർജൻ, അനസ്തറ്റിസ്റ്റ്, ഡോക്ടർ തുടങ്ങിയവരുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, മരുന്നുകൾ, എക്സ്റേ തുടങ്ങിയവ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപുള്ള ചെലവുകൾ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് 30 ദിവസം മുൻപ് വരെ ഉണ്ടായ ചികിത്സാ ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കും. ആശുപത്രി വിട്ടതിനു ശേഷമുള്ള ചെലവുകൾ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം 60 ദിവസം വരെ ഉണ്ടാകുന്ന ചികിത്സാ ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കും. ഡേ കെയർ നടപടിക്രമങ്ങൾ. സാങ്കേതികവിദ്യയുടെ പുരോഗതി കാരണം 24 മണിക്കൂർ ആശുപത്രിവാസം ആവശ്യമില്ലാത്ത നിരവധി ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കും പരിരക്ഷ ലഭിക്കും. ആംബുലൻസ് ചാർജുകൾ. നിശ്ചിത പരിധിക്ക് വിധേയമായി ആംബുലൻസ് ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കും. അവയവദാതാവിന്റെ ചികിത്സാ ചെലവുകൾ. പോളിസി ഉടമയ്ക്ക് അവയവം സ്വീകരിക്കേണ്ടി വന്നാൽ അവയവദാതാവിന് ഉണ്ടാകുന്ന ആശുപത്രി ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കും. ആരോഗ്യ പരിശോധന. നിശ്ചിത വർഷങ്ങളിൽ ക്ലെയിമുകൾ ഒന്നും നടത്തിയില്ലെങ്കിൽ ആരോഗ്യ പരിശോധനയ്ക്കുള്ള ചെലവുകൾ കമ്പനി നൽകും. 5. സബ്ലിമിറ്റുകൾ. പ്രധാന പരിധികൾ. മുറി വാടക. സാധാരണ മുറികൾക്ക് സം ഇൻഷ്വേർഡിന്റെ 1% വരെയും ICU മുറികൾക്ക് സം ഇൻഷ്വേർഡിന്റെ 2% വരെയും പ്രതിദിനം ലഭിക്കും. ഉദാഹരണം. നിങ്ങളുടെ പോളിസി തുക 5 രൂപ ലക്ഷം ആണെങ്കിൽ സാധാരണ മുറിക്ക് പ്രതിദിനം 5000 രൂപ വരെയും ICUവിന് 10000 രൂപ വരെയും ലഭിക്കും. നിർദ്ദിഷ്ട രോഗങ്ങൾക്കുള്ള പരിധി. തിമിരം, കാറ്ററാക്ട്, ഹെർണിയ പോലുള്ള ചില രോഗങ്ങളുടെ ചികിത്സയ്ക്ക് പോളിസിയിൽ നിശ്ചിത തുകയുടെ പരിധി ഉണ്ടായിരിക്കും. 6. കാത്തിരിപ്പ് കാലയളവ്. വെയിറ്റിംഗ് പീരിയഡ്സ്. പ്രാരംഭ കാത്തിരിപ്പ് കാലയളവ്. പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസം അപകടങ്ങൾ ഒഴികെയുള്ള ഒരു രോഗത്തിനും കവറേജ് ലഭിക്കില്ല. നിർദ്ദിഷ്ട രോഗങ്ങൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ്. തിമിരം, കല്ല്, സന്ധിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയ ചില രോഗങ്ങൾക്ക് 24 മാസം 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ കവറേജ് ലഭിക്കൂ. നിലവിലുള്ള രോഗങ്ങൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ്. പോളിസി എടുക്കുന്ന സമയത്ത് നിലവിലുള്ള രോഗങ്ങൾക്ക് 48 മാസം 4 വർഷം തുടർച്ചയായ കവറേജിന് ശേഷം മാത്രമേ പരിരക്ഷ ലഭിക്കുകയുള്ളൂ. 7. കോപേയ്മെന്റ്. 65 വയസ്സിന് ശേഷം പോളിസിയിൽ ചേരുന്നവർക്ക് ക്ലെയിം തുകയുടെ 10% കോപേയ്മെന്റ് ബാധകമായിരിക്കും. അതായത് ക്ലെയിം തുകയുടെ 10% പോളിസി ഉടമ വഹിക്കണം. 8. പോളിസി പുതുക്കൽ. ഈ പോളിസിക്ക് ആജീവനാന്ത പുതുക്കൽ സൗകര്യം ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ഉണ്ട്. പ്രായപരിധിയില്ലാതെ എല്ലാ വർഷവും പോളിസി പുതുക്കി കൊണ്ടുപോകാം. 9. മറ്റ് പ്രധാന സവിശേഷതകൾ. നോ ക്ലെയിം ബോണസ്. ക്ലെയിമുകൾ ഇല്ലാത്ത ഓരോ വർഷവും നിങ്ങളുടെ സം ഇൻഷ്വേർഡ് ഒരു നിശ്ചിത ശതമാനം വർദ്ധിക്കും, ഒരു പരമാവധി പരിധിക്ക് വിധേയമായി. ക്യാഷ്ലെസ് സൗകര്യം. കമ്പനിയുമായി ധാരണയുള്ള നെറ്റ്വർക്ക് ആശുപത്രികളിൽ പണം നൽകാതെ ചികിത്സ തേടാനുള്ള ലഭ്യമാണ്. നികുതി ആനുകൂല്യങ്ങൾ. ഈ പോളിസിക്ക് വേണ്ടി അടയ്ക്കുന്ന പ്രീമിയത്തിന് ഇന്ത്യൻ വരുമാന നികുതി നിയമത്തിലെ സെക്ഷൻ 80D പ്രകാരം നികുതി ഇളവ് ലഭിക്കും. പോളിസി ചേരുന്നതിന് വിളിക്ക് ദേവസി PO മൊബൈൽ 94 47 21 50 19.